നമസ്കാരം. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഐതിഹ്യങ്ങളിലൂടെ എന്നൊരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ക്ഷേത്രങ്ങളാണ് ഞങ്ങളുടെ മെയിൻ ട്രാവലർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് യാത്ര നമ്മൾ ഒറ്റപ്പാലത്ത് നിന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ ക്ഷേത്രത്തിലുള്ള കാഴ്ചകൾ മാക്സിമം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാട്ടാം. അപ്പോൾ യാത്രയിലേക്ക് കിടക്കാം. നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഓരോരോ വീഡിയോകളായിട്ട് ഇടുന്ന സമയത്ത് അപ്ഡേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ ശരി, ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, യാത്രയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ മൂകാംബിക ടെമ്പിളിൻ്റെ കവാടത്തിൻ്റെ അരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഇതാണ് ആ കവാടം എന്ന് പറയുന്നത്. ചുറ്റും വളരെ നല്ലൊരു ക്ലൈമറ്റാണ്, അത്യാവശ്യം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ യാത്രയോടെ അപ്പോൾ ഞങ്ങളങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബലമുറി ഗണപതി ടെമ്പിളാണ്. അപ്പോൾ ഇവിടെ തൊഴുതിട്ടാണ് നമുക്ക് മൂകാംബിക ദേവീനെ ദർശിക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമുക്കൊരു ഇവിടെ ഒരുപാട് പ്രാവശ്യം വന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. രമേശ് എന്നാണ് ചേട്ടൻ്റെ പേര്. സ്ഥലം എവിടെ ചേട്ടാ? കാസർഗോഡാണ്. അപ്പോൾ ചേട്ടൻ്റെ ഇതിൻ്റെ പറ്റി കാര്യങ്ങളൊന്നും ഇത് ബലമുറി ലൈറ്റ് ഇറക്കണം. ബലമുറി ഗണപതി അമ്പലം ഒന്ന് ലൈറ്റ്. ഓക്കെ. ബലമുറി ഗണപതി ടെമ്പിൾ എന്നാണ് എൻ്റെ പേര്. ഇത് എല്ലാ ദിക്കിലും ഇടതുഭാഗത്താണ് ഗണപതിയുടെ തുമ്പിക്കൈ, അതായത് മുഖത്ത് കാണുന്ന തുമ്പിക്കൈ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലഭാഗത്താണ് തുമ്പിക്കൈ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഇത് ഇവിടെ തൊഴുതിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴുതാൻ പോകുന്നത്. ബലമുറി ഗണപതി ക്ഷേത്രം ഇവിടെയാണ് പ്രാർത്ഥിച്ചിട്ടാണ് നേരെ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ അധികം ഇങ്ങനെ രക്ഷ ഉണ്ടാവില്ല, കാരണം വന്നിട്ട് പോകുന്ന ആൾക്കാരാണ്. അമ്പലത്തിൻ്റെ അകത്ത് നല്ല തിരക്കുണ്ടാവും. പ്രത്യേകിച്ചൊരു സീസൺ സമയം, നവരാത്രി സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ഫുൾ ടൈം ഭജനയും പിന്നെ ഡാൻസും പാട്ടും മ്യൂസിക്കും ആയിട്ട് ഒക്കെ സ്ഥിരം ആൾക്കാർ എവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഇവിടെ ആദ്യം അരങ്ങേറ്റം ചെയ്യുന്നൊക്കെ ഇവിടെയാണ്. പിന്നെ പിന്നെ കുട്ടിക്ക് ചോറും ഇതാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ദേവീ ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ള ഇതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ ആദ്യം സംസാരിച്ച പോലെ മൂകാംബിക ദേവി ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. വളരെ ഐതിഹ്യപരമായിട്ടുള്ള ക്ഷേത്രമാണ്. മൂകാംബിക അസുരനെ വധിച്ചിട്ടുള്ള അമ്മയാണ് ഇവിടെ പിന്നെ നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൂജാകർമ്മങ്ങളും എല്ലാ ദിവസവും പിന്നെ ബലിയും ഇതൊക്കെയാണ്. അന്നദാനം കൂടിയുണ്ട്, ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനം കൂടിയുണ്ട്. പ്രധാനമായിട്ടുള്ള ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവരാത്രി ഉത്സവമാണ്. അത് 9 ദിവസം ഇവിടെ ഭയങ്കര വളരെ വിപുലമായിട്ടുള്ള കാര്യക്രമം മറ്റേ പരിപാടികൾ കൊണ്ടാണ്. അക്ഷരപ്രേമികളുടെ ഇഷ്ടസ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം.
കുടജാദ്രി മലയുടെ പവിത്രത പേറി വരുന്ന സൗപർണികയുടെ തലോടലേറ്റ് ശാന്തമായ പുണ്യഭൂമി. ദക്ഷിണ കന്നഡ ജില്ലയിലെ കുന്ദാപുരം താലൂക്കിൽ വനമധ്യത്തിൽ കൊല്ലൂർ എന്ന ഗ്രാമത്തിലാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൂകാംബികയുടെ ചരിത്രം അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാകാം ഈ ക്ഷേത്രം അക്ഷരപ്രേമികൾക്ക് ഇഷ്ടസ്ഥലമായത്. നടുവിൽ സ്വർണ്ണരേഖ ഉള്ള സ്വയംഭൂ ലിംഗമാണ് കൊല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇതിൻ്റെ വലതുഭാഗത്തായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 രൂപങ്ങളും ഇടതുവശത്ത് ത്രിമൂർത്തികളും സ്ഥിതി ചെയ്യുന്നു. സ്വയംഭൂ ലിംഗത്തിന് പുറകിലായി ആദിശങ്കരനായി പ്രതിഷ്ഠിക്കപ്പെട്ട ശംഖുചക്രധാരിയായ പഞ്ചലോഹ നിർമ്മിതമായ ദേവി വിഗ്രഹവും ഉണ്ട്. ദേവി പ്രതിഷ്ഠയ്ക്ക് പുറമെ പഞ്ചമുഖ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, മഹാവിഷ്ണു, വീരഭദ്രൻ എന്നീ ഉപദേവതകളും നാലമ്പലത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനരികിലാണ് അദ്വൈതാചാര്യനായ ശ്രീശങ്കരൻ തപസ്സിനിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ശങ്കരാചാര്യൻ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്നും ക്ഷേത്രത്തിലെ പൂജാവിധികൾ നടക്കുന്നത്. ആദിശങ്കരനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഏറെ പ്രചാരത്തിലുള്ളത്. ആദിശങ്കരൻ നടത്തിയ തപസ്സിൽ സംപ്രീതയായി ദേവി പ്രത്യക്ഷപ്പെടുകയും ദർശനത്തിൽ കണ്ട അതേ രൂപത്തിൽ തന്നെ സ്വയംഭൂവിന് പുറകിൽ ദേവിയുടെ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലൂർ മഹാരണ്യപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സന്യാസിവര്യനായ കോലമഹർഷി അന്ന് ദേവിയെ പ്രീതിപ്പെടുത്താനായി സൗപർണിക തീരത്ത് തപസ്സനുഷ്ഠിക്കാൻ ആരംഭിച്ചു. ഇതേസമയം മറ്റൊരു അസുരനും ശിവപ്രീതിക്കായി ഇവിടെ തപസ് ചെയ്തിരുന്നു. അസുരൻ്റെ കൊടും തപസ്സിൽ സംപ്രീതനായ കൈലാസനാഥൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വരം ചോദിക്കാൻ കഴിയാത്ത വിധത്തിൽ അസുരനെ പാർവതി ദേവി മൂകനാക്കി മാറ്റി. കോപിഷ്ഠനായ അസുരൻ ദേവിയെ തപസ്സു ചെയ്തിരുന്ന കോലമഹർഷിക്ക് നേരെ തിരിഞ്ഞു. ഒടുവിൽ ഭക്തനെ രക്ഷിക്കാനായി മൂകാസുരനെ വധിച്ച ദേവി മഹർഷിയുടെ അപേക്ഷ അനുസരിച്ച് അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് മറ്റൊരു സങ്കല്പം. 108 ശക്തിപീഠങ്ങളിൽ വിശേഷ പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രം. ദേവി ചൈതന്യത്തോടൊപ്പം ശൈവശക്തി സാന്നിധ്യവും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കും. സിദ്ധിക്ഷേത്രമായതിനാൽ ഇവിടെ ആരംഭിച്ചാൽ കാര്യങ്ങൾ ശുഭമാകുമെന്നാണ് വിശ്വാസം. 100 കണക്കിന് കുരുന്നുകളാണ് കൊല്ലൂരിൽ എല്ലാ വർഷവും വിദ്യാരംഭം കുറിക്കുന്നത്. സരസ്വതി മണ്ഡലം കുഞ്ഞുങ്ങൾ എഴുത്തിലിരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഡാൻസും അതുപോലെ നമ്മുടെ നവരാത്രി സംഭവത്തിലുള്ള ഡാൻസ് നടക്കുന്നു, പാട്ട് നടക്കുന്നു, ഒരുപാട് കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണത്. ഒരുപാട് വലിയ നർത്തകന്മാരും ഒരുപാട് സംഗീതത്തിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് അവരുടെ ഒരു അരങ്ങേറ്റവും പിന്നെ അതിനുശേഷം പെർഫോമൻസുകൾ ചെയ്യാറുള്ളത്. കണ്ടിന്യൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ഒരു പൂജ എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് നടക്കുന്നത്. നമുക്ക് പുതിയ വാഹനങ്ങളായാലും
ഈ വാഹനങ്ങളിലേക്ക് എല്ലാ പൂജയും കാര്യങ്ങളും രജിസ്ട്രേഷൻ മുമ്പുള്ള പൂജ കാര്യങ്ങളും കൂടെയാണ്. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല. മൂകാംബികയിലെ ഇത് പോകുന്ന വഴിയിലുള്ള ഇത് വനദേവതയാണ്. മൂകാംബികയുടെ ദേവിയുടെ പോകുന്ന വഴിയിലുള്ള വനദേവതയാണ്. വനദേവത അവിടുത്തെ ഉപദേവങ്ങളാണ് കാണുന്നത്. നമുക്കതൊന്ന് നോക്കാം. തീർത്ഥം കിട്ടി ശേഷം കൂടിയാണ് വനദേവത അമ്പലം. ഇത് മൂകാംബികയുടെ കാവല ദേവത. ഇത് പറഞ്ഞാൽ ശങ്കരാചാര്യ മൂകാംബികയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠാപിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ നിർത്തിയിട്ട് പോയത് കാവലക്കാരൻ. അപ്പോൾ പറയുന്നത് നമ്മുടെ മൂകാംബിക ദേവീനെ ഒരു കാവല് പോലെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ദേവതയാണ് ഇരിക്കുന്നത്, വനദേവതയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികളില്ലാത്തവരെല്ലാം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അതെ, കുട്ടിയായ ശേഷം ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടും. അതെ അതെ. അതേപോലെ എല്ലാ പ്രാർത്ഥനകളും മണി കൊടുക്കണം, ദീപ കൊടുക്കണം, തുണി കൊടുക്കണം. ഇഷ്ടം പോലെ ഏത് പ്രാർത്ഥിച്ചിട്ട് പോകും അത് നടന്ന ശേഷം ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ കേട്ടില്ലേ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ. നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഓരോ മണികളാണ്. പൊതു ഒരുപാട് അനേകായിരം മണികളുണ്ട് നാലുപുറം. അപ്പോൾ ഓരോരോ പ്രാർത്ഥനകൾ നമ്മൾ നേരുന്നു. അതിനുശേഷം ആ പ്രാർത്ഥനകൾ വിജയിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, അതിന് സക്സസ് ആവുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ മണികൾ ഇവിടെ നേർന്നു പോകുന്നു. ആ മണികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ മൂകാംബിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത യാത്ര മുരുടേശ്വരം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ്. അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.